ഇങ്ങനെ ഒരു ഏട്ടത്തിയമ്മ കിട്ടിയത് ഞങ്ങളുടെ ഏട്ടന്റെ ഭാഗ്യ. ഏട്ടന്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം ഭാഗ്യ പാറു. ഏട്ടത്തിയമ്മ, ഞങ്ങളുടെ ഏട്ടനെ കൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കൂ. ഏട്ടനും ഇത്തിരി ഇംഗ്ലീഷ് ഒക്കെ പറയട്ടെ. അതിനെന്താ, പഠിപ്പിക്കാലോ. കഴിക്കേ. ഡോക്ടറെ 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 ഒന്ന് നിൽക്കണേ. മുന്നിൽ നിന്ന് മാറിയേ, എനിക്ക് അയ്യോ പോകണം. അങ്ങനെ പോകല്ലേ, ഞാൻ പറയുന്നൊന്നും കേൾക്കണം. എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഡോക്ടറിൽ നിന്ന് അറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സിദ്ധാർത്ഥൻ ഡോക്ടർ എവിടെയുണ്ട്? ഡോക്ടർ പാറുവായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ചും അവര് തമ്മിൽ നടക്കാനിരുന്ന കല്യാണത്തെക്കുറിച്ചും ഒക്കെ ഡോക്ടർക്ക് അറിയാവുന്നല്ലേ? അപ്പോ സിദ്ധാർത്ഥൻ ഡോക്ടർ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടർക്ക് അറിയായിരിക്കും. അതെന്തുകൊണ്ടാ ഡോക്ടർ എന്നോട് പറയാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാ സിദ്ധാർത്ഥൻ ഡോക്ടറും പാറുവും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്? എനിക്കത് അറിയണം, എല്ലാം അറിയണം. അത് പറയാതെ ഡോക്ടർക്ക് എന്റെ മുമ്പിൽ നിന്ന് പോകാൻ പറ്റില്ല. നിങ്ങളോ പാർവതിയോ കരുതുന്ന പോലെ ഒരാളല്ല സിദ്ധാർത്ഥൻ. അയാൾ ഒരു ഫ്രോഡാണ്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ്. അയാൾക്ക് പാർവതിയോടൊന്നല്ല, ഈ ഭൂമിയിലുള്ള ആരോടും സ്നേഹമില്ല. അയാൾക്ക് ഒന്നിനോട് മാത്രമേ സ്നേഹമുള്ളൂ, പണം. പണത്തെ മാത്രമാണ് അയാൾ സ്നേഹിക്കുന്നത്. പാർവതിയോട് അയാൾ കാണിച്ച സ്നേഹമെല്ലാം കാപട്യമാണ്. പ്രതീക്ഷിച്ച ലാഭം പാർവതി വിവാഹം കഴിച്ചാൽ കിട്ടില്ലെന്ന് തോന്നിയപ്പോ അയാൾ വളരെ ഈസി ആയിട്ട് പാർവതി ഒഴിവാക്കി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ മനസ്സിലാക്കിയ സിദ്ധാർത്ഥൻ ഡോക്ടർ ഇങ്ങനെ ഒരാളല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ വിശ്വസിക്കാതിരുന്ന തകരുന്നത് പാർവതിയുടെ ജീവിതം, അത് ഉറപ്പാ. സിദ്ധാർത്ഥൻ ഇനി ഒരിക്കലും പാർവതിയെ തേടി വരാൻ പോകുന്നില്ല. ദേവി, ഇത് സിദ്ധാർത്ഥൻ ഡോക്ടർ എവിടെ ഉണ്ടെന്ന് പറയും, ഞാൻ പോയി നേരിട്ട് കണ്ടോളാം. അയാൾക്ക് പാറുവിനെ ചതിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. സിദ്ധാർത്ഥനെ നേരിട്ട് കണ്ടിട്ടും ഒരു കാര്യവുമില്ല. ഞാനൊരു റെപ്യൂട്ടഡ് ഡോക്ടറാണ്. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഞാനുണ്ടാവും. നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല. സിദ്ധാർത്ഥും പാർവതിയും എന്നോടൊപ്പം പഠിച്ചവരാണ്. അതുകൊണ്ടാ എനിക്ക് രണ്ടുപേരെ നന്നായിട്ട് അറിയാവുന്നേ. സിദ്ധാർത്ഥനൊരു ഫ്രോഡാണെന്ന് തിരിച്ചറിയാൻ ഞാനും വൈകിപ്പോയി. ഇല്ലെങ്കിൽ ഇതിനു മുൻപേ പാർവതിയെ ഞാൻ രക്ഷപ്പെടുത്തിയനെ. ഇപ്പൊ എനിക്ക് സിദ്ധാർത്ഥന്റെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. അതുകൊണ്ടാ നിങ്ങൾ സിദ്ധാർത്ഥനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒഴിഞ്ഞു മാറിയത്. അല്ല, നിങ്ങൾ പാർവതിയുടെ ആരാ? ഞാൻ ഒരു ബന്ധുവാ. എങ്കിൽ ബന്ധു ഒരു കാര്യം ചെയ്യണം. പാർവതിയോട് നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവളോട് ചെന്ന് പറയണം സിദ്ധാർത്ഥനെ മറക്കണമെന്ന്.